ഓണം സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷം. പക്ഷേ എല്ലാവരുടെയും ഓണം ഒരുപോലെയല്ല. ഇനി പറയുന്നത് ഓണം ആഘോഷിക്കുന്നവരുടെ കഥയുമല്ല, ഓണം നഷ്ടപ്പെട്ടു പോയവരുടെ കഥയും ജീവിതവുമാണ്. ഐശ്വര്യസമൃദ്ധിയുടെ നിറവിൽ മലയാള നാട് ഓണം ആഘോഷിക്കുകയാണ്. പക്ഷേ ആ ആഘോഷങ്ങളുടെ ആരവങ്ങളില്ലാത്ത ചില വീടുകളുണ്ട് കാസർഗോഡ്. ആ വീടുകളിലേക്കാണ് ഇനിയുള്ള യാത്ര. പൂക്കളമില്ല, ഓണക്കോടിയില്ല, പൂവിളികളില്ല. ഉള്ളുരുകുന്ന വേദനയാണ് ഓരോ വീട്ടിലും. കണ്ടു നിന്നാൽ പോലും കണ്ണു നിറഞ്ഞു പോകും. എൻഡോസൾഫാൻ എന്ന മാരകവിഷം തകർത്ത ജീവിതങ്ങൾ, വിധിയുടെയും വിഷത്തിൻ്റെയും ക്രൂരതയിൽ തകർന്നുപോയ ജീവനുകൾ, സ്വന്തം മക്കളുടെ വേദന കൺമുന്നിൽ കണ്ട് മനസ്സ് മരവിച്ചു പോയ മാതാപിതാക്കൾ. എന്നോ മറന്നുപോയി ഇവർ ആഘോഷങ്ങളും സന്തോഷങ്ങളും. ഓണം എന്നതുപോലും ഇവർക്കിന്ന് കലണ്ടറിലെ ഒരു ദിവസം മാത്രം. ഇപ്പോൾ ഓണം ഇങ്ങനത്തെ എല്ലാ ആഘോഷം വന്നാൽ നമ്മൾ ആഘോഷിക്കലില്ല. എന്താ പറഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാനത്തെ ഒന്നും കഴിയുന്നില്ല. ഇപ്പം ഈ ഓണത്തിൻ്റെ ഇപ്പോൾ എല്ലാവരും ആഘോഷിക്കുമ്പോൾ നമ്മളെ പിള്ളേർക്ക് അറിയില്ലല്ലോ ഓണവും നമുക്കുള്ളതല്ല അവർക്കുള്ളത്. സ്കൂളിൽ അടിയിടെല്ലാം ഓണം ആഘോഷിക്കുമ്പോൾ ഡ്രസ്സ് വേണം, അത് വേണം, അന്ന് നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുന്നില്ല. ഈ നമ്മന്ന് പറഞ്ഞാൽ അത്ര കഷ്ടത്തിൽ കഴിയുന്നാൾ. നല്ലൊരു നാളെ ഇവർക്കും ഉണ്ടാകണം. ചേർത്ത് നിർത്തുമെന്ന പ്രഖ്യാപനം മാത്രം പോരാ, ഹൃദയത്തോട് ചേർത്ത് നിർത്തുക തന്നെ വേണം. കൃത്യസമയത്ത് പെൻഷൻ ലഭ്യമാക്കണം, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കണം, മരുന്നുകൾ സൗജന്യമായി നൽകണം, പുനരധിവാസമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണം. പക്ഷേ അതിനുമപ്പുറം ഏറ്റവും സങ്കടപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതുമായ ഒരു വലിയ ചോദ്യം ഇവിടുത്തെ അമ്മമാരുടെ മനസ്സിലുണ്ട്. ഭാവി മുന്നോട്ട് ഓർക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഏതൊരു അമ്മക്കും കാക്കാക്കുഞ്ഞ് തങ്കുഞ്ഞ് പൊങ്കുഞ്ഞാണല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ മരണം വരെ കാണണം തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അവരെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ 2 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടീനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നു. അപ്പോൾ മറ്റേ കുട്ടിക്കെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ഞാൻ തന്നെ ഇന്ന് തന്നെ പെട്ടെന്ന് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിക്കേണ്ടത് മൂത്തൊരു കുട്ടീനെയാണ്. ഇപ്പം എല്ലാവരുടെ അപേക്ഷിച്ച് ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഞാനെല്ലാം നേരത്തെ ചിന്തിച്ചു തുടങ്ങിയ കാര്യമാണ്. സാധാരണ രക്ഷിതാക്കളെല്ലാം ചിന്തിക്കുന്നത് മുന്നേ ഞാൻ ചിന്തിച്ചു തുടങ്ങിയാണ്. നാളെ ഇവനെ എന്ത് ചെയ്യുന്നു, എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഭക്ഷണം ഞാൻ ശരിക്കും കഴിച്ചില്ല അവനെ എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആ രീതിയിൽ വരെ ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ. വരുന്ന ഓണമെങ്കിലും വേദന മറന്ന് മനസ്സു നിറഞ്ഞ് ഹൃദയം തുറന്ന് ഇവർക്കും ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ക്യാമറാമാൻ അജിത് എല്ലാറിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കാസർഗോഡ്.